Hi friends, എല്ലാവർക്കും എഫർ ആപ്പിളിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എല്ലാവരും റെഡി ആയിരിക്കും അല്ലേ? ഇന്ന് നമ്മുടെ പുതിയ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വിഷിംഗ് സൈറ്റ് സ്ക്രിപ്റ്റ് ആണ്. അപ്പോൾ എങ്ങനെയാണ് വിഷിംഗ് സൈറ്റ് സ്ക്രിപ്റ്റ് ഉണ്ടാക്കാം എന്നുള്ള ഒരു അതിൽ നിന്ന് എങ്ങനെയൊക്കെ നമുക്ക് ഏർണിങ്സ് ഉണ്ടാക്കാം എന്നുള്ള ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സപ്പോർട്ടീവായിട്ട് എനിക്ക് ഒരുപാട് കമൻറ്റ്സ് കിട്ടി. അപ്പോൾ സപ്പോർട്ട് ചെയ്ത് കമൻറ്റ് ചെയ്ത എല്ലാവർക്കും എൻ്റെ പ്രത്യേകമായിട്ടുള്ള നന്ദി. ഓക്കെ, ഈ സമയത്ത് പറഞ്ഞുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യാം? ഞങ്ങൾക്ക് സ്ക്രിപ്റ്റ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ജസ്റ്റ് ബ്ലോഗറിൽ ഇടേണ്ട ആവശ്യമുള്ളൂ. നിങ്ങളുടെ ആഡ് യൂണിറ്റ് അതിൽ ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വർക്ക് ചെയ്ത് തുടങ്ങാം. അതല്ലെങ്കിൽ ഒരുപക്ഷെ ആഗസ്റ്റ് 15-ന് 2-3 ദിവസം മുമ്പ് നിങ്ങൾക്ക് ഇത് വർക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. ഓക്കെ, അപ്പോൾ അതിന് മുമ്പായിട്ട് പറയാനുള്ള കാര്യം വെച്ചാൽ എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. പിന്നെ മറക്കാതെ നിങ്ങൾ എൻ്റെ ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ജസ്റ്റ് ഫേസ്ബുക്കിൽ ചെന്നിട്ട് A4 ആപ്പിൾ യൂട്യൂബിൽ നിന്ന് അടിച്ചു നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈ സെയിം സിമ്പിളൊക്കെ കാണാൻ നിങ്ങൾ അതും കൂടി ഫോളോ ചെയ്യുക. കാരണം ഇനിയുള്ള സ്ക്രിപ്റ്റുകൾ ലിങ്കുകളൊക്കെ നമ്മൾ ഫേസ്ബുക്ക് പേജിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുക. നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൂടെ ഡിസ്ക്രിപ്ഷനിൽ അത് കൊടുക്കുന്നതിനൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് കിട്ടാനും അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഓൾറെഡി നമുക്ക് സ്ട്രൈക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളത് ഫേസ്ബുക്ക് പേജും കൂടി നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മുടെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് വിഷിംഗ് സൈറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് പൈസ ഉണ്ടാക്കുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ സ്ക്രിപ്റ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇങ്ങനൊരു വിൻഡോ ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു വിൻഡോ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് കാണാം. നിങ്ങൾ ആദ്യം തന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം മാത്രമാണ് ഡൗൺലോഡ് ബട്ടൺ ലിങ്ക് ഓപ്പൺ ആവുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊന്നും വിചാരിക്കേണ്ട. കാരണം എൻ്റെ സബ്സ്ക്രൈബേഴ്സിനാണ് ഞാനത് ഫ്രീ ആയിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും അത് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. അതിനുശേഷം തൊട്ട് താഴെ നിങ്ങൾക്ക് ഡൗൺലോഡ് ബട്ടൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാനുള്ള വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. നമുക്ക് അതിൽ നിന്ന് നിങ്ങൾക്ക് ഈ സ്ക്രിപ്റ്റ് ഡൗൺലോഡ് ചെയ്ത് എടുക്കുക. അതൊരു പക്ഷേ റാർ ഫയലായിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. നിങ്ങളത് എക്സ്ട്രാക്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, നിങ്ങളത് എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് index.html എന്നുള്ളൊരു ഫയൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഫോൾഡറിൽ കാണാൻ സാധിക്കും. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആദ്യമേ തന്നെ ഓക്കെ ഈ ഫയൽ നിങ്ങൾ സേവ് ചെയ്ത് വയ്ക്കുക. നമുക്ക് അതിന് മുമ്പായിട്ട് നമ്മൾക്കിത് ഇത് ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഹോസ്റ്റിംഗ് ആവശ്യമുണ്ട്. നമ്മളിപ്പോൾ ബ്ലോഗറാണ് നമ്മളിപ്പോൾ ഇന്ന് ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. എല്ലാ സ്ക്രിപ്റ്റും ബ്ലോഗർ സപ്പോർട്ട് ആവില്ല, പക്ഷേ ഇത് ബ്ലോഗർ സപ്പോർട്ടീവ് ആയിട്ടുള്ള സ്ക്രിപ്റ്റാണ്. അപ്പോൾ ഇത് നമുക്ക് ബ്ലോഗറിൽ ആദ്യം ഒരു സൈറ്റ് വേണം അല്ലേ? നമുക്ക് വാട്സപ്പിലേക്ക് ഇത് ഷെയർ ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു സൈറ്റും അതിൻ്റെ URL ലിങ്കും വേണം. അപ്പോൾ നമുക്ക് നമ്മുടെ ബ്ലോഗറിലേക്ക് പോവാം. നമ്മൾ ബ്ലോഗറിൽ ചെന്നതിന് ശേഷം നമ്മൾ തൊട്ട് മുമ്പുള്ള 2 വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നമുക്ക് ഒരു ബ്ലോഗ് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക ബ്ലോഗറിൽ. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഭാഗത്ത് വന്നതിന് ശേഷം ന്യൂ ബ്ലോഗ് എന്നുള്ളിടത്ത് നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു URL അഡ്രസ്സ് നിങ്ങളിവിടെ ടൈപ്പ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യാണ്. ഓക്കെ, വിഷ് ടു യു. ഓക്കെ, ഇത് അവൈലബിൾ ആണ്. ഓക്കെ, ഞാനിത് ക്രിയേറ്റ് ചെയ്യുകയാണ് ഈ ബ്ലോഗ്. ഓക്കെ, നോ താങ്ക്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ഇതിൽ നമ്മളിപ്പോൾ ഓൾറെഡി നമ്മുടെ ബ്ലോഗ് കൂടെ ക്രിയേറ്റ് ചെയ്തും കൂടെ വ്യൂ ബ്ലോഗിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം നമ്മുടെ പുതിയ ബ്ലോഗ് wish222u.blogspot.com എന്നുള്ള ഇത് നമ്മൾ ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിന് വേണ്ടി നിങ്ങൾക്ക് സെപ്പറേറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൊമൈൻ ലിങ്ക് ചെയ്യാം. ഞാൻ ഓൾറെഡി എങ്ങനെയാണ് ഡൊമൈൻ ലിങ്ക് ചെയ്യുക എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഡൊമൈൻ ലിങ്ക് ചെയ്യാതെയും ആഡ്സ് ഇതിൽ ആഡ് യൂണിറ്റ് ഇതിൽ ആഡ് ചെയ്ത് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാം. ഓക്കെ, അതിന് മുമ്പായിട്ട് ഫോളോ ചെയ്യേണ്ട കുറച്ച് സ്റ്റെപ്സുകളുണ്ട്. അപ്പോൾ നിങ്ങളത് എന്തായാലും ഫോളോ ചെയ്യുക. ആദ്യമേ തന്നെ തീം എന്നുള്ളൊരു ഭാഗത്ത് നിങ്ങൾ വരിക. ഓക്കെ, നമ്മൾ തീമിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് താഴെ ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്യുക. നിങ്ങൾക്കിവിടെ കാണാം സിമ്പിൾ എന്നുള്ള ഒരു തീം നിങ്ങൾക്ക് കാണാം. ബ്ലോഗറിൻ്റെ തന്നെ ഡിഫോൾട്ട് ആയിട്ടുള്ള തീമാണിത്. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ തീം ആക്ടിവേറ്റ് ചെയ്യുക. അപ്ലൈ ടു ബ്ലോഗ്. ഓക്കെ, ഗോട്ട് ഇറ്റ്. ഓക്കെ, നമ്മൾ ഇത്രയും സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിവിടെ ഈ സെറ്റിംഗ്സ് അല്ലേ, ഈ മൊബൈലിൻ്റെ ഈ തീമിൻ്റെ ഭാഗത്ത് വന്നിട്ട് ഈ താഴെ കാണുന്ന ഈ സെറ്റിംഗ്സ് കസ്റ്റമൈസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ ഷോ ഡെസ്ക്ടോപ്പ് തീം ഓൺ മൊബൈൽ ഡിവൈസസ് എന്നുള്ള ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സേവ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ഡെസ്ക്ടോപ്പിൽ ഓപ്പൺ ആകുമ്പോൾ മാത്രമാണ് ആ ഒരു ആഡുകളും കാര്യങ്ങളൊക്കെ നല്ല റെസ്പോൺസീവായിട്ട് വരുള്ളൂ. മൊബൈൽ വ്യൂസിൽ അത് ശരിയാവില്ല. കാരണം ഒരുപക്ഷെ കുറച്ച് പേരൊക്കെ സംശയം പറയാം അല്ലെങ്കിൽ എന്താ ആഡ് ഷോ ആവാത്ത. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ മറക്കാതെ ഫോളോ ചെയ്യുക. അപ്പോൾ ഏകദേശം നമ്മുടെ സ്റ്റെപ്പ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം തൊട്ട് താഴേക്ക് വരിക. സ്ക്രോൾ ഡൗൺ ചെയ്ത് ഏറ്റവും താഴേക്ക് വരിക.
ഇവിടെ നിങ്ങൾക്ക് കാണാം റിവർ ടു ക്ലാസിക് തീംസ്. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വീണ്ടും ഇവിടെ ഫസ്റ്റ് കാണുന്ന ഈ ഓപ്ഷൻ റിവർ ടു ക്ലാസിക് തീം എന്നുള്ള ഭാഷയിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അല്ലേ, ഇവിടെ കുറേ സംഭവം കാണാം. നിങ്ങൾക്ക് കുറേ HTML കോഡ്സ് നിങ്ങൾക്ക് കാണാം. ഇതൊന്നും കണ്ട് നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾ ജസ്റ്റ് ഒരു കാര്യം ചെയ്യുക, ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം Ctrl+A ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ സെലക്ട് ആവും. അത് അങ്ങനെ തന്നെ ഡിലീറ്റ് ചെയ്യുക. കേട്ടോ, ഫുൾ സാധനം അങ്ങോട്ട് പോയി. ഒക്കെ പോയി, നോ പ്രോബ്ലം. അതിനുശേഷം നമ്മൾ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ഫോൾഡറിലേക്ക് നമുക്ക് വരാം. നമ്മുടെ സ്ക്രിപ്റ്റ് ഇവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. index.html എന്നുള്ള ഫയൽ നമ്മളിവിടെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നോട്ട് പാഡിൽ ഒന്ന് ഓപ്പൺ ചെയ്യുക. നിങ്ങൾ റൈറ്റ് ക്ലിക്ക് അമർത്തിയിട്ട് നോട്ട് പാഡിൽ ഓപ്പൺ ചെയ്താൽ മതി. അതിനുശേഷം നിങ്ങൾക്ക് നോട്ട് പാഡ് കാണാം. നിങ്ങൾക്ക് ഇവിടെ അല്ലെങ്കിൽ നോട്ട് പാഡ് ++ ഉണ്ടെങ്കിലും അതായാലും മതി. നിങ്ങൾ ഏറ്റവും സൗകര്യം അതാണ്. ഒരു പക്ഷേ അത് എല്ലാവരുടെ കയ്യിലും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അല്ലെങ്കിൽ ഞാൻ നോട്ട് പാഡിൽ ഓപ്പൺ ചെയ്യാം. ഓക്കെ, നോട്ട് പാഡ്. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ നോട്ട് പാഡിൽ ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അല്ലേ. ഇനി എന്തിട്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അങ്ങനെ തന്നെ Ctrl+A പ്രസ് ചെയ്യുക. അതിനുശേഷം വീണ്ടും Ctrl+C അമർത്തി നമുക്ക് കോപ്പി ചെയ്യാം. അതായത് നമ്മൾ ഈ HTML കോഡ് നമ്മൾ മുഴുവനായിട്ട് നമ്മൾ കോപ്പി ചെയ്തെടുക്കുക ഇവിടെ നിന്ന്. അതിനുശേഷം വീണ്ടും നമ്മുടെ ബ്ലോഗറിൽ വരിക. ഇവിടെ വന്നിട്ട് നമ്മൾ ഈ ഭാഗത്ത് വന്ന് അത് പേസ്റ്റ് ചെയ്യുക. Ctrl+V അടിച്ച് നമുക്കത് പേസ്റ്റ് ചെയ്യാണ്ട് എല്ലാം ഇവിടെ വന്ന് പേസ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ അവിടെ നിന്ന് കോപ്പി ചെയ്തെടുത്ത, അതായത് ഡൗൺലോഡ് ചെയ്തെടുത്ത HTML സ്ക്രിപ്റ്റ് നമ്മളിവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ കാണുന്ന സേവ് തീംസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അത്രയുള്ള പരിപാടി. അപ്പോൾ നമ്മൾ സംഭവം കഴിഞ്ഞപ്പോൾ തന്നെ സാധനം റെഡി ആയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം അത് എങ്ങനെ ഇരിക്കും എന്നുള്ളത്. വ്യൂ ബ്ലോഗ് എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ആണോ, സാധനം വന്നുണ്ടോ? അതായത് നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേര് എൻ്റർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഫോർ എക്സാമ്പിൾ അരുൺ. ഓക്കെ, നമ്മൾ ഓക്കെ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ സാധനം വരും. ഇതിപ്പോൾ ഒരു ഡെസ്ക്ടോപ്പ് വ്യൂ ആണ്. നിങ്ങൾക്ക് കാണാനായിട്ട് വേണമെങ്കിൽ ഇവിടെ ചെറുതാക്കി ഞാൻ കാണിച്ചു തരാം മൊബൈലിൽ എങ്ങനെയായിരിക്കും ഇത് കാണുക എന്നുള്ളത്. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ ഒരു ടാബ് നിങ്ങളിവിടെ കാണുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് റിമൂവ് ചെയ്യാം. ജസ്റ്റ് മിനിറ്റ്, നമുക്കത് ഫിക്സ് ചെയ്യാം. ഇവിടെ വന്നതിന് ശേഷം ഓക്കെ, ഇവിടെ ബ്ലൂ എന്നുള്ള ഭാഗമാണ് ചേഞ്ച് നെയ്ബർ, അത് നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒന്നും കൂടി സേവ് തീം കൊടുത്തിട്ട് നമുക്ക് വ്യൂ ബ്ലോഗ് ഒന്നും കൂടി എടുത്തു നോക്കാം. ഓക്കെ, വീണ്ടും അരുൺ. ഓക്കെ, ആ മുകളിലുള്ള നേവ് ബാർ കൊണ്ട് പോയില്ലേ. അപ്പോൾ ഒരു അരുൺ എന്ന പേര് എഴുതി കാണിക്കും. ഇൻഡിപെൻഡൻസ്, ഹാപ്പി, എങ്ങനെയുള്ള സെറ്റ്. ഇപ്പോൾ പൈസ മസ്തി അത് ഓക്കെ, അതോടെ കിടക്കും. പിന്നെ നല്ലൊരു ഇമേജ്, 2 GIF ഇമേജുകൾ ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ട്. അതുപോലെ തൊട്ട് താഴെ മലയാളത്തിൽ വന്ദേ മാതരം, ജയ് ഹിന്ദ്. ഇതാണ് ഷെയർ ഓൺ വാട്സപ്പ്. അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യേണ്ട ലിങ്ക് എന്ന് പറയുന്നത് നിങ്ങൾ ഇവിടെ വന്നിട്ട് ഈ ഒരു ഇവിടുന്ന് മുകളിൽ കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങൾ ഇങ്ങനെ തന്നെ ഷെയർ ചെയ്യുന്നതിന് പകരമായിട്ട് നിങ്ങളൊരു ബിറ്റ്ലിയോ അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ URL ഷോർട്ടൻ വഴിക്ക് ഇത് ലിങ്ക് ഷോർട്ടൻ ചെയ്യുക. അതായിരിക്കും ഏറ്റവും നല്ലത്. അത് ഷോർട്ടൻ ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് വാട്സപ്പ് വഴിക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. പക്ഷെ നമ്മളിതിങ്ങനെ ഷെയർ ചെയ്തുകൊണ്ട് നമുക്കിപ്പോൾ എന്തോ ഉപകാരം അല്ലേ, നമുക്ക് ഒന്നും ഒരു ഉപകാരം, നമുക്ക് ഇതിൽ ഒന്നും കിട്ടാനില്ല. നമുക്ക് ഇതിൽ നിന്ന് ഏണിങ്സ് കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മളിതിൽ ആഡ് കോഡ്സ് ഇടണം. നമ്മൾ ആഡ്സ് നമ്മളിതിൽ ഇഞ്ചെക്ട് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് ഏണിങ്സ് ഉണ്ടാവുള്ളൂ. ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് നല്ല സാധ്യതയുടെ ആൻസേഴ്സുകൾ എന്നുള്ള കൊടുത്തിട്ടുണ്ട്. ഇവിടെ മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട്, ഷെയർ വാട്സപ്പ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ ഇനി ആഡ് ഇടണം. എങ്ങനെയാണ് ഇതിൽ ആഡ്സ് ഇടുക എന്നുള്ള കാര്യമാണ് നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പ് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇത്തിരി ലെങ്തി ആവും. അപ്പോൾ നിങ്ങളെല്ലാവരും ക്ഷമിക്കുക, നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണാൻ ഇതിൻ്റെ ടിപ്സുകൾ എല്ലാവരും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ എഡിറ്റ് ചെയ്യാൻ അറിയാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇത് എഡിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് HTML കുറിച്ച് കാര്യമായിട്ടുള്ള നോളജ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ എഡിറ്റ് ചെയ്യാൻ പോകണ്ട. അല്ലെങ്കിൽ ചില ഇമേജുകളൊന്നും അല്ലെങ്കിൽ വർക്ക് ആവില്ല. ഓക്കെ, ഇനി ഇതിൽ എങ്ങനെയാണ് നമുക്ക് ആഡ്സ് ഇടാന്നുള്ള കാര്യമാണ് അല്ലേ. നിങ്ങൾക്ക് ഗൂഗിൾ ആഡ്സെൻസ് അക്കൗണ്ട് ഇതിന് ആവശ്യമാണ്. നിങ്ങൾക്ക് ഗൂഗിൾ ആഡ്സെൻസ് അക്കൗണ്ട് ഇത് വെച്ച് നിങ്ങൾക്ക് അപ്രൂവ് ചെയ്തെടുക്കാൻ സാധിക്കില്ല. നിങ്ങൾക്ക് ഓൾറെഡി മുമ്പേ തന്നെ ഫുള്ളി അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ആഡ്സെൻസ് അക്കൗണ്ട്, അതായത് നോൺ ഹോസ്റ്റഡ് ആഡ്സെൻസ് അക്കൗണ്ട് നിങ്ങൾക്ക് ഇതിന് ആവശ്യമാണ്. ആ ആഡ്സെൻസിൽ നമ്മൾ ആഡ് കോഡ്സ് നമ്മൾ ജനറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ബ്ലോഗറിൽ അല്ലെങ്കിൽ ഈ വിഷിംഗ് സൈറ്റിൽ നമ്മൾ ആഡ്സ് ഇടുന്നത് അല്ലേ. അപ്പം ഇനി ആഡ്സെൻസ് അക്കൗണ്ട് ഇല്ലാത്ത സുഹൃത്തുക്കളായിരിക്കും ഒരുപക്ഷെ കൂടുതൽ. അപ്പം കാരണം ഇപ്പോൾ അവരുടെ പോളിസികളൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആക്കിയിരിക്കുകയാണ് ആഡ്സെൻസ് കൊടുക്കുന്നതിന് വേണ്ടി. അപ്പോൾ അതില്ലാത്ത ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ആഡ് യൂണിറ്റുകളുണ്ട്, ഒരുപാട് ആഡ് നെറ്റ്വർക്കുകളുണ്ട്. അപ്പോൾ അത് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് ആഡ്സെൻസ് അക്കൗണ്ട് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ പേഴ്സണലായിട്ട് കോൺടാക്റ്റ് ചെയ്യാം.
ഒരു എമൗണ്ട് നമ്മൾ വെച്ചിട്ട് നമ്മൾ ആഡ്സൻസ് അക്കൗണ്ട് ഞാൻ കൊടുക്കുന്നുണ്ട്, പുതിയ ഫ്രഷ് അക്കൗണ്ടുകൾ. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മളിപ്പോൾ ഇതിൽ പറയുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ഇതിൽ ആഡ് കോഡ്സ് ഇടുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത്. നിങ്ങൾ ആഡ്സൻസ് അക്കൗണ്ടിൽ ചെന്നതിന് ശേഷം നിങ്ങൾ ആഡ് യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. എങ്ങനെ വെച്ചാൽ ന്യൂ ആഡ് യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ ഫസ്റ്റ് നമുക്ക് ആവശ്യമുള്ളത് ടെക്സ്റ്റ് ആൻഡ് ഡിസ്പ്ലേ ആഡ്സ് ആണ്. ഇവിടെ സെലക്ട് ചെയ്യുക. ഓക്കെ, ആഡ്സ് ഇവിടെ സെലക്ട് ചെയ്താൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്ടമുള്ള ഒരു പേര്, നമ്മളൊരു സൈസ് 300x50, ഈ ഒരു സൈസാണ് സാധാരണ മൊബൈലിലൊക്കെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സൈസാണ്. അപ്പോൾ 350 സൈസ് ആയിരിക്കും നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു. അതിനുശേഷം നിങ്ങൾ തൊട്ട് താഴെ ഇവിടെ കാണുന്ന സ്ഥലത്ത് നിങ്ങൾ കസ്റ്റം സൈസ് കൊടുക്കാം നമുക്ക്. അതിനുശേഷം ഇവിടെ കൊടുക്കേണ്ട കാര്യം 300. ഓക്കെ, നിങ്ങളുടെ സൈസ് 350 എന്നുള്ളത് ഒരു സൈസ് നിങ്ങളുടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ടെക്സ്റ്റ് ആൻഡ് ഡിസ്പ്ലേ ആഡ്സ്, നമുക്ക് ഡിസ്പ്ലേ ആഡ്സ് ഓൺലി ആയാലും മതി, നോ പ്രോബ്ലം. ഡിസ്പ്ലേ ആഡ്സിനാണ് ഇത്തിരി കൂടി കൂടുതൽ CPC ഒക്കെ കിട്ടുക. അപ്പോൾ നിങ്ങൾ ഡിസ്പ്ലേ ആഡ്സ് ഓൺലി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സേവ് ആൻഡ് ഗെറ്റ് കോഡ് എന്നുള്ളവർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ആഡ് യൂണിറ്റിൻ്റെ കോഡ് കിട്ടും. ആ കോഡാണ് നമുക്ക് നമ്മുടെ ബ്ലോഗറിൽ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ കയ്യിൽ ഒരുപാട് ആഡ് യൂണിറ്റ്സിൽ ഉണ്ട്, ഞാൻ അതാണ് ഇതിപ്പോൾ രണ്ടാമത് ജനറേറ്റ് ചെയ്യാത്തത്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് എൻ്റെ 350 എന്നുള്ള ഒരു ആഡ് കോഡ്സ് ഞാൻ ഇവിടെ ഗെറ്റ് കോഡ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ആഡ് കോഡ് കിട്ടും. അപ്പോൾ ഈ ആഡ് കോഡ് ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്തെടുക്കുകയാണ്. ഓക്കെ, ഞാൻ ഇവിടെ കോപ്പി ചെയ്തെടുത്തു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അതിനുശേഷം നമ്മൾ വീണ്ടും നമ്മുടെ ഈ തീം എന്നുള്ള ഭാഗത്ത് അല്ലെ, എഡിറ്റ് തീം HTML എന്നുള്ള ഭാഗത്ത് നമ്മൾ വരാം. അതിനുശേഷം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കുറച്ച് നോക്കായില്ല അല്ലേ, ഞാൻ കുറച്ച് എക്സാമ്പിൾ കാണും. നിങ്ങളൊന്ന് ഇവിടെ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാം. നിങ്ങൾ എക്സ്പാൻഡ് ചെയ്തതിന് ശേഷം ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്യുക പതുക്കെ. നമ്മൾ കുറച്ച് ഡൗൺ ചെയ്ത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഇവിടെ നിങ്ങൾക്ക് കാണാം ഹെഡർ ആഡ്സൻസ് കോഡ് ഹിയർ എന്നും പറഞ്ഞ് ഞാൻ ഇവിടെ ടാബ് കൂടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്താണ് നിങ്ങൾ ആഡ് ഇടേണ്ടത്. നമ്മൾ അവിടെ നിന്ന് കോപ്പി ചെയ്തെടുത്ത ആഡ് യൂണിറ്റ് നമ്മൾ ഇവിടെ പേസ്റ്റ് ചെയ്യണം. ഈ ഒരു ഭാഗത്ത് നമ്മളത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ തൊട്ട് താഴെയായിട്ട് നമുക്ക് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ ആ ഒരു ആഡ് യൂണിറ്റ് നമ്മൾ അവിടെ തൊട്ട് താഴെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഒന്നും കൂടി ഡൗൺ താഴേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും അതുപോലെ തന്നെ അടുത്ത ആഡ് യൂണിറ്റ് ഇടാനുള്ള ഒരു ഭാഗം നിങ്ങൾക്ക് കാണാം. അടുത്തൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം സെൻറ്റർ ആഡ്സൻസ് കോഡ് ഹിയർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഇവിടെയും അതുപോലെ തന്നെ ആഡ് യൂണിറ്റ് ഇവിടെ കൊടുക്കാം. നിങ്ങൾ 3 സെപ്പറേറ്റ് ആഡ് യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഞാനിപ്പോൾ നിങ്ങൾക്ക് ട്രയലായിട്ട് കാണിച്ചു തരുന്നതാണ് ഇത്. കാരണം 3 ഒരേ ആഡ് യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ സെയിം ആഡ്സ് തന്നെ ആയിരിക്കും ഇതിൽ വരിക. അതുകൊണ്ട് നിങ്ങൾ ഡിഫറെൻറ്റ് ആഡ്സൻസ് കോഡുകൾ ഇവിടെ 1, 2, 3 എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് മാറി കൊടുത്തു കഴിഞ്ഞാൽ അതായിരിക്കും നല്ലത്. വീണ്ടും നിങ്ങൾ താഴെ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെ വീണ്ടും ഒരു ഇത് കാണാം. നിങ്ങൾക്ക് ഉണ്ടാവും ബിലോ ആഡ്സൻസ് കോഡ് ഹിയർ എന്ന് പറഞ്ഞിവിടെ കാണാം. ഇവിടെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വീണ്ടും അവിടെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ 3 ആഡ് യൂണിറ്റ് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ട കാര്യം നമ്മൾ വീണ്ടും ഇവിടെ സേവ് തീം എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നമുക്കൊന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ പുതിയതായിട്ട് ആഡ് യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഒരു 24 hours ഒക്കെ പിടിക്കും നിങ്ങളുടെ ആഡ് യൂണിറ്റ്സ് ആക്റ്റീവ് ആവാനായിട്ട്. അപ്പോൾ നിങ്ങൾ തുടക്കത്തിൽ ഇടുമ്പോൾ ചിലപ്പോൾ ബ്ലാങ്ക് സ്പേസ് ആയിരിക്കും അവിടെ കാണിക്കുക. അതൊരു 24 hours നിങ്ങൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആഡ് ഷോ ചെയ്ത് തുടങ്ങും, ആഡ് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റുന്നുണ്ടാവും അല്ലേ, നമ്മൾ ഓൾറെഡി നമ്മുടെ സാധനമൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ സ്ക്രിപ്റ്റ് ഇവിടെ റെഡിയായി. ഇവിടെ വന്ദേ മാതരം. ഇപ്പോൾ ആഡ് വരാമെന്ന് പറയുന്നത് ഒന്ന് ഇവിടെ ആയിരിക്കും ഒരു ആഡ് വരിക. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ആഡിൻ്റെ ഒരു പോർഷൻ വരും, ഏറ്റവും ടോപ്പിൽ വരും. ഇപ്പോൾ ഗൂഗിൾ ആഡ്സൻസ് ചില സമയത്ത് എനിക്ക് തോന്നുന്നു 24 hours വരെ എടുക്കും ഈ ആഡ്സ് ഷോ ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് സമയം എടുക്കുന്നത്. അപ്പോൾ ഇത് ആഡ് വരുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇതിപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇന്നും കൂടി ഇടാൻ സാധിക്കില്ല. ഞങ്ങൾക്ക് കാണിച്ചു തരാൻ വേണമെന്നുണ്ടെങ്കിൽ വേറൊരു ഇത് കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് വരാമെന്നുള്ളത്. ഓക്കെ, കണ്ടോ, ഇത് വേറൊരു സ്ക്രിപ്റ്റാണ്. ഇതിൽ ഓൾറെഡി ഞാനത് 2-3 ദിവസം മുമ്പേ ആഡ് ഞാൻ ഇട്ട് വെച്ചിരുന്നത്. കാരണം ഇത് ആക്റ്റീവ് ആവാനായിട്ട് സമയം എടുക്കുന്നതുകൊണ്ട് ഇത് ഞാൻ മുമ്പേ. അപ്പം നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആഡ് സൈസ് എന്ന് പറയുന്നത് 300x50 ആണ്. അപ്പോൾ 300x50 എന്നുള്ള ആഡ് സൈസ് കാണാം. ഏറ്റവും ടോപ്പിൽ അവിടെ ഒരു ആഡ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ആഡ് വന്നിട്ടുണ്ട്. ഇടയിൽ ഞാനൊരു ആഡ് കൊടുത്തിട്ടുണ്ട് കണ്ടോ. അതുപോലെ ഞാൻ തൊട്ട് താഴെയും ഇവിടെ ഒരു ആഡ് കൊടുത്തിരുന്നു.
ഓക്കെ ആണ്ടോ ആഡ് വന്നിട്ടുണ്ട്. അപ്പോൾ നെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ച് അത് ഇത്തിരി സ്ലോ ആവും. അപ്പം ഇത് ഫ്രണ്ട്ഷിപ്പ് ഡേയുടെ ആണ്, കാരണം ഇനി 2 ദിവസം കൂടി ബാക്കിയുള്ളൂ അല്ലേ. അപ്പോൾ ഞാൻ അതിൻ്റെ സ്ക്രിപ്റ്റ് നേരത്തെ റെഡിയാക്കി വെച്ചിരുന്നതാണ്. അപ്പോൾ ഇതെല്ലാ സ്ക്രിപ്റ്റും നമുക്ക് തന്നെ ഫ്രീ ആയിട്ട് കൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു എമൗണ്ട് രീതിയിൽ ഞാൻ സ്ക്രിപ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ ചെറിയൊരു എമൗണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. പ്രോ സ്ക്രിപ്റ്റുകളും ഉണ്ട്. നമ്മളിപ്പോൾ നേരത്തെ കൊടുത്ത പോലെ ഉള്ള ഓൺ പേജ് സ്ക്രിപ്റ്റ് അല്ലാതെ ഒന്നും കൂടി പ്രോ മോഡലായിട്ടുള്ള സ്ക്രിപ്റ്റുകളുണ്ട്. അപ്പോൾ അതിന് ഹോസ്റ്റിംഗ് വേണം. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഹോസ്റ്റിംഗ് കിട്ടുന്ന സൈറ്റുകളുണ്ട്. അതിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം, അതിൽ ഫ്രീ ഹോസ്റ്റിംഗ് എടുക്കാം. അപ്പോൾ നമുക്ക് വേർഡ് പ്രസ്സിൽ ഇത് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്ക് ഇങ്ങനെയുള്ള വീഡിയോയിൽ ഞാൻ പറയുന്നതാണ്. അപ്പോൾ ഇത്തിനും കൂടി നല്ല രീതിയിലുള്ള കാണാൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല നല്ല സ്ക്രിപ്റ്റുകൾ നമുക്ക് അത് വേർഡ് പ്രസ്സിൽ ചെയ്യാം. കാരണം ബ്ലോഗറിൽ ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് എപ്പോഴും ഓൺ പേജ് സ്ക്രിപ്റ്റുകൾ മാത്രമാണ് നമുക്ക് ബ്ലോഗറിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാക്കാനായിട്ട് ധാരാളമാണ്. നിങ്ങൾക്ക് സുഖമായിട്ട് ഇത് ഷെയർ ചെയ്യിക്കാം, നല്ല നല്ല വൈറലാക്കാം. അപ്പോൾ വൈറലാക്കുക എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അല്ലേ. ഞാൻ സാധനം ചെയ്ത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, അപ്പോൾ നിങ്ങളാണ് ഇത് വൈറലാക്കേണ്ടത്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പക്ഷേ ഇത് അറിയാം, ഞാനിത് മലയാളത്തിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ എനിക്കിതിൻ്റെ ഒരു വീഡിയോ പോലും എനിക്ക് കാണാൻ സാധിച്ചില്ല. എനിക്ക് പക്ഷേ നമ്മുടെ മലയാളികൾക്കൊന്നും ഇത് അറിയാത്തതുകൊണ്ടല്ല, അവരാരും ഇത് പുറത്തുവിടാൻ താല്പര്യമില്ല. കാരണം അത്രയും കോമ്പറ്റീഷൻ കൂടും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞ സ്ക്രിപ്റ്റ് എല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് തരാൻ പറ്റില്ല. കാരണം എല്ലാ സ്ക്രിപ്റ്റും നമ്മളിങ്ങനെ ഇത് മോഡിഫൈ ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നു കഴിഞ്ഞാൽ അത്രയും കോമ്പറ്റീഷൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ചെറിയൊരു എമൗണ്ടിൽ സീരിയസ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു എമൗണ്ടിൽ ഞാൻ സ്ക്രിപ്റ്റുകൾ കൊടുക്കുന്നതാണ്. ബ്ലോഗർ സ്ക്രിപ്റ്റാണ് കൊടുക്കുന്നത്. ഇപ്പോൾ വേർഡ് പ്രസ്സിന് ഓൾറെഡി സൈറ്റ് ഉള്ളവർക്ക് വേണമെങ്കിൽ അത് കോൺടാക്ട് ചെയ്യാം. ഇൻഡിപെൻഡൻസ് ഡേയുടെ നല്ലൊരു അടിപൊളി സ്ക്രിപ്റ്റ് ഉണ്ട്, വിത്ത് സൗണ്ടൊക്കെ ഒരു നല്ല കിടിലൻ സാധനം. അപ്പോൾ അത് താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ അതെന്നെ കോൺടാക്ട് ചെയ്യാം. പിന്നെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഗൂഗിൾ ആഡ്സൻസ് ഇല്ലാത്ത സുഹൃത്തുക്കളാണ് അല്ലേ. ഗൂഗിൾ ആഡ്സൻസ് ഇല്ലെങ്കിൽ എന്താ ചെയ്യാം, കഷ്ടമാണ്. കാരണം നല്ലൊരു എമൗണ്ട് കിട്ടണമെങ്കിൽ ഗൂഗിൾ ആഡ്സൻസ് തന്നെ വേണം. അപ്പോൾ ഗൂഗിൾ ആഡ്സൻസ് ഇല്ലാത്തവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആൾട്ടർനേറ്റീവ് ആഡ് നെറ്റ്വർക്കുമായിട്ടാണ് നമുക്ക് അടുത്ത വീഡിയോ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും തൊട്ട് താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ സുഹൃത്തുക്കളായിട്ട് ഷെയർ ചെയ്യുക. ഓക്കെ, സോറി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഫ്രണ്ട്ഷിപ്പ് ഡേയുടെ ആശംസകൾ എല്ലാവർക്കും. അപ്പോൾ എന്തായാലും ഫ്രണ്ട്ഷിപ്പ് ഡേ 2 ദിവസമുള്ള ഫ്രണ്ട്ഷിപ്പ് ഡേ വരുന്നുണ്ട്. അപ്പോൾ ഈ സ്ക്രിപ്റ്റ് ആവശ്യമുള്ളവർക്ക് ഞാൻ വീണ്ടും കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ലൈക്ക് ചെയ്തിട്ട് പോവുക വീഡിയോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ താഴെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട് paisamasti.com വന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. അതിലെവിടെയെങ്കിലും കമൻറ്റ്സ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.